Welcome to another episode of Night at Talkies. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ട്രിവാൻഡ്രത്തെ ഫേമസ് ആയ ഫുഡി കിഡ്ലോസ്കി. വെൽക്കം ടു നൈറ്റ് ടോക്കീസ് കിഡിലോസ്കി ചേട്ടാ. ശരിക്കുള്ള പേര് ബിജു. അപ്പോൾ നമ്മളെ ബിജു ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. അപ്പം തുടങ്ങാം. അപ്പം ട്രിവാൻഡ്രംകാർക്ക് എല്ലാം ഫെമിലിയർ ആയ ഒരു ഫേസ് ആണ് ഫുഡി കിഡ്ലോസ്കിയുടെ. ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുഡിന്റെ നോക്കണമെങ്കിൽ ആദ്യം വരുന്നതാണ് കിഡിലോസ്കി ചേട്ടനാണ്. ആദ്യത്തെ കണ്ടന്റ് ഒക്കെ എന്തായിരുന്നു? ആക്ച്വലി അത് പറയുന്നതിന് മുന്നേ എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയാം. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പം ഓൾറെഡി എൻ്റെ മാമാരായാലും ഉമ്മയുടെ അനിയന്മാർ ഇത്തമാരൊക്കെ നമുക്ക് പണ്ട് മുതലേ കുടുംബത്തിൽ ഫുഡിനെ കുറിച്ച് സംസാരിക്കും. എല്ലാവർക്കും അന്നത്തെ ആസാദ്, അന്നത്തെ നിസാർ ഹോട്ടൽ, അന്നത്തെ നമ്മളെ റെജില ഹോട്ടൽ. എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏകദേശം 10ാം ക്ലാസ് 11ാം ക്ലാസ് വരെ എൻ്റെ വാപ്പ റെജില ഹോട്ടലിലെ പാർസലും കൊണ്ടാണ് വീട്ടിൽ വരുന്നത്. എൻ്റെ ഉമ്മ അത് കഴിക്കാതെ കിടക്കത്തില്ല. സത്യാവസ്ഥയാണ്. ഡിന്നർ റെജില ഹോട്ടലിലാണ്. ഏറ്റവും കൂടുതൽ മട്ടൻ കഴിച്ച വ്യക്തികൾ നമ്മളായിരിക്കും. വാപ്പ നമ്മളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് രാവിലെ 4:30 വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകും. ട്യൂഷൻ ക്ലാസ്സിൽ ഗുരുകുല വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഫുഡ് എന്ന് പറയണത് വാപ്പ രാവിലെ കൊണ്ടുവരുമ്പം രാവിലെ വയലിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു തരും. ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം മുട്ടക്കറി, അല്ലെങ്കിൽ കൈതമുക്ക് ധന്യ ഹോട്ടൽ. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്നത്. 6 മണിക്ക് മുന്നേ ട്യൂഷൻ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 8:30 8:45 വാപ്പ ചോറും മീനുമായിട്ട് വന്ന് അവിടെ നിന്ന് നേരെ സ്കൂളിൽ കൊണ്ടാകും. അവിടെ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് വൈകിട്ട് വാപ്പ ഏതെങ്കിലും ട്രിവാൻഡ്രത്തെ ഫേമസ് ആയ ബേക്കറിയിൽ നിന്ന് 5-5:30 വാപ്പ ഇതേപോലെ പപ്സോ അങ്ങനെ എന്തെങ്കിലും വൈകിട്ട് സ്നാക്സ് കൊണ്ടുവരും. അത് ഇന്ന കടയിൽ നിന്ന് പറയും. അപ്പോൾ പാപ്പ കൊണ്ടുവന്നിട്ട് രാത്രി വീണ്ടും പാപ്പ ഒരു 9 മണിയാകുമ്പോൾ വിളിക്കാൻ വരും. നേരെ റെജില ഹോട്ടലിൽ കൊണ്ട് ഇരുത്തി അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഉമ്മയ്ക്ക് പാർസലും കൊണ്ടുപോകും. ഇതാണ് ആ ഒരു കുട്ടിക്കാലത്ത് നിന്ന് വന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് കുട്ടിക്കാലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ അതിനോട് കൂടുതൽ ഭ്രമമായി. എന്തൊക്കെയാണ് ഇങ്ങനെ ഇതൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ അതില്ലാതെയൊക്കെ ഒരു അഡിക്ഷൻ ഇല്ലേ, ആ ഒരു രീതിയായി. അപ്പൊ കുട്ടിക്കാലത്തെയുള്ള ഇൻഫ്ലുവൻസ് ആണല്ലേ ഫുഡ് ജീവിതത്തിൽ? അയ്യോ, ഞാൻ മാത്രമല്ല, ഇതിപ്പോൾ എന്നെ കണക്ക് ഒരുപാട് പേര് കാണും. പലരും ഇതിലോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്ന വ്യക്തി ഇങ്ങനെ വന്നു. അപ്പൊ നാച്ചുറൽ ഇതാണല്ലോ ഫുഡിനെ പറ്റി. സ്പോർട്സിൽ ചേർന്നു. സൈക്ലിംഗ്, ഇന്ത്യൻ ക്യാമ്പിൽ കിടന്നിട്ടുണ്ട്. നാഷണൽ ഒരു 10-20 കൂടുതൽ നാഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോഴും എൻ്റെ പേരിൽ റെക്കോർഡുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് രാജസ്ഥാൻ ബിക്കാനറിൽ പോവുകയാണ്. ഈ ആക്ച്വലി നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ ഫുഡ്, നാടൻ ഫുഡിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ വേറൊരു തലത്തിലോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ആ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഈ രാജസ്ഥാനിലൊക്കെ പോയപ്പോൾ എനിക്ക് അവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ ട്രെയിനിൽ ഇരുന്നൊക്കെ ആലോചിച്ച് ഇച്ചിരി ചോറ്, ഇച്ചിരി മീൻകറി, ഇച്ചിരി കപ്പ, അല്ലെങ്കിൽ രാത്രി പൊറോട്ടയും മട്ടനും, എനിക്കത് താങ്ങാൻ പറ്റിയില്ല. അവിടെ പോയി പൂരിയോ അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ ആ ഒരു ലെവലിലോട്ട് ആ ടേസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പലയിടത്തും പോയി അവിടെ നിന്ന് ഫ്രൂട്ടി, വീട്ടിൽ നിന്ന് കൊണ്ടുപോയി അരി വറുത്ത മാവൊക്കെയാണ് കഴിച്ചത്, പിന്നെ കഞ്ഞി ഉണ്ടാക്കി കഴിച്ചത്. അപ്പോഴാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ഞാൻ വന്നവിടെ നേരെ പോയത്. ഇങ്ങനെ പോയിട്ട് വന്നവിടെ ആദ്യമായിട്ട് നേരെ പോയത് ചാലയിൽ മുബാറക് ഹോട്ടലിലാണ്. പണ്ടത്തെ ചെറ്റക്കടയെന്ന് പറയും. നേരെ അവിടെ പോയി ആ ഊണും ഇതൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം എന്ന് വെച്ചാൽ, അങ്ങനെ ആ സ്പോർട്സ് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഫുഡിനെ സ്നേഹിച്ചു തുടങ്ങിയത്. മാക്സിമം ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഒരു പ്രായത്തിയപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ നിന്ന് തമിഴ്നാട് പോയി കഴിക്കും, കുട്ടാലം. അന്നൊന്നും ഇവിടെ നിന്ന് ആരും പോകത്തില്ല. ഞാനാണ് ഈ കുട്ടാലത്ത് ഈ ബോർഡർ ചിക്കൻ ഏറ്റവും കൂടുതൽ ആദ്യകാലത്ത് ഞാനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചുമ്മാ ഇങ്ങനെ ഞായറാഴ്ച കഴിക്കാൻ പോകുമായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴ കൽപ്പാവാടി, ഹരിപ്പാട്, ഇന്നത്തെ കൽപ്പാടി എന്നല്ല പണ്ടത്തെ കൽപ്പാടി എന്ന് വെച്ചാൽ അത് ഒരു സംഭവമാണ്. അത് ഒരു ലൈഫ് ത്രൂ നമ്മളെ കസിൻസ് ആയാലും എല്ലാവരും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ടന്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടാൻ ഫേസ്ബുക്കിൽ ആക്ച്വലി ഞാൻ ഈ സൈക്ലിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഫേസ്ബുക്ക് തുറന്നപ്പം ഈറ്റർ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഒരു പേജ് ഫുഡിൻ്റെ. ഈറ്റർ ട്രിവാൻഡ്രത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടൽസിനെ കുറിച്ച് നെഗറ്റീവ് വരാൻ തുടങ്ങി. ആക്ച്വലി ഈറ്റർ ട്രിവാൻഡ്രത്തിൻ്റെ മെൻറ്ററാണ് ഇപ്പോൾ. അതിന് ഒരുപാട് റൂൾസ് ഉണ്ട്. ആൾക്കാർ നെഗറ്റീവ് ഇട്ടാൽ അത് നെഗറ്റീവാണ്, ആൾക്കാരായിട്ട് ഇടുന്നതാണ്, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടൽസൊക്കെ ഇങ്ങനെ നെഗറ്റീവ് വരാൻ തുടങ്ങി. സംഭവം അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും, പക്ഷേ എനിക്കത് വേറൊരു രീതിയിൽ തോന്നലാണ് എൻ്റെ. ഞാൻ എന്തെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിൽ ഓരോ ഫോട്ടോ പോയി കഴിക്കുന്ന, ഞാൻ സ്ഥിര ഹോട്ടലിൽ പോകുന്നുണ്ടല്ലോ,
ഫോട്ടോ എടുത്ത് വയ്ക്കും. എനിക്കറിയാവുന്ന രീതിയിൽ ഇങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ താര എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി കിഡിലോൾസ്കി ഒരു 3 ലവ് ഇടും. ഇതിങ്ങനെ ഒരു അഡിക്ഷനായി. ഇപ്പോൾ എന്താണ് സിഗരറ്റ് മദ്യപാനം എന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി എന്തായാലും കഴിക്കാൻ പോകുന്നു, അതിൽ പോസ്റ്റ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഒരുമാതിരിയാണ്. ദിവസം ഇങ്ങനെ പോസ്റ്റ് ഇട്ട് വരെയായിരുന്നു. അപ്പം ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ട് റീച്ചായി. അത് ഈറ്റ് ട്രിവാൻഡ്രത്തിന്റെ പേജിലാണോ അതോ സ്വന്തം? ഈറ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ പേജിൽ. അപ്പോൾ ഈറ്റ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ റീച്ചായി വന്നപ്പോൾ ചില പോസ്റ്റുകൾ അതിൽ ഇപ്പോൾ മുരളിയ എന്ന് പറയുന്ന ഇത്രയും വലിയ കമ്പനി ഞാനൊരു പോസ്റ്റ് ഇട്ട് അവർക്കത് വലിയ മാറ്റം ഉണ്ടായി. അതിലൊരു ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് കമൻസ് വന്ന് ഈ ഫുൾ ഗ്രൂപ്പിനെ മുരളിയ അവരെ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ വരെ വിളിച്ച്. എന്ന് വെച്ചാൽ ആ ഒരു വലിയ നേട്ടം മുരളിയൊക്കെ ഉണ്ടായി എൻ്റെ ആ ഒറ്റ പോസ്റ്റിൽ. അത് ഈറ്റ് ട്രിവാൻഡ്രം മുഖേന. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു പപ്പട അമ്മൂമ്മയുടെ, അത് ഭയങ്കര കേരളം കംപ്ലീറ്റ് കത്തി. അന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 മില്യൺ ആയിരുന്നു. ആ ഒരു പോസ്റ്റ് ഈറ്റിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ പോസ്റ്റാണ് ഈറ്റ് ട്രിവാൻഡ്രത്തിൽ. അത് ഭയങ്കരമായിട്ട് ആ അമ്മൂമ്മയെ ചൊല്ലി എൻ്റെ വലിയ സംസാരമായി. ആ പപ്പട അമ്മൂമ്മ ഒരാൾ വീഡിയോ എടുത്തിട്ട് ഞാൻ പോയി കണ്ട് വെറുതെ അവരെ സഹായം കിട്ടിട്ടെന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ടും ഫോട്ടോ ഇട്ടത്. അത് വേറെ ആൾക്കാരെ ഏറ്റെടുത്ത് എന്തായാലും അവരിപ്പോൾ സന്തോഷമായിട്ടിരിക്കണം തോന്നുന്നു. അങ്ങനെ ഒരുപാട് അങ്ങനെ നല്ല ഈറ്റ് ട്രിവാൻഡ്രത്തിൽ ഫേമസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ എ.ആർ.എമ്മിൻ്റെ ഡയറക്ടർ ജിതിൻ ലാൽ എൻ്റെ നല്ല നമ്മളൊരു അനിയനാണ്, എൻ്റെ വീട്ടിലായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞ് ഇക്കായിട്ടൊരു പേരില്ല, അപ്പോൾ ഇക്ക ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി വീഡിയോ ഇടുകയാണ്, സ്വന്തമായിട്ട് ഒരു കോണ്ടൻറ്റ്. അപ്പോൾ ഒരാൾ പറഞ്ഞു തരാൻ ഉണ്ടായി. അതാണ് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ഫേസ്ബുക്കിൽ ഇതേപോലെ ഫോട്ടോ ഇടും. അപ്പോൾ ഞാൻ ആലോചിച്ച് എനിക്കത് എങ്ങനെ ഇടാൻ പറ്റും. ആദ്യം മ്യൂസിക്, ഇപ്പോൾ ഞാൻ പോകുമ്പോൾ ഒരു പൊറോട്ട അടിക്കുന്ന അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയുടെ മ്യൂസിക് അല്ലെങ്കിൽ അതിട്ട് ചുമ്മാ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ അതിൽ ഓരോ റീൽ കണ്ട് ഓരോന്ന് പഠിച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഏത് ചെയ്തുകൂടാ എന്നൊക്കെ മനസ്സിലാക്കി ആരുടെ സഹായവും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സ്വന്തമായിട്ടാണ് 200K വരെ സ്വന്തമായിട്ടാണ് വീഡിയോ എടുത്ത് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടിരുന്നത്. വേറെ അതുവരെ ഒരു ക്യാമറമാനെ വിളിക്കത്തില്ല, സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലുള്ള പല സംസ്ഥാനങ്ങളിലുള്ള നല്ല നല്ല വ്ളോഗേഴ്സ് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ആൾക്കാരിലോട്ട് എനിക്ക് ആ ലക്ഷ്യം. എന്നെ വിളിക്കുമ്പം ഞാൻ പരമാവധി ചെയ്തത് അവരെ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കാലയളവിൽ തിരുവനന്തപുരത്തിൻ്റെ ഫുഡിനെ കളിയാക്കലായിരുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ ടോപ്പ് ഫുഡ്സ് എവിടെയെന്ന് കേട്ടാൽ എൻ്റെ അഭിപ്രായത്തിൽ നാടൻ ഉൾപ്പെടെ നാടനാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് തന്നെയാണ്. നമ്മുടെ അബുദാബിയിൽ നിന്ന് വാണ്ടറിങ് ഫുഡ് തൃശ്ശൂർ വരെ വന്ന്. അപ്പോൾ ഞാൻ അന്ന് ആലോചിച്ചെന്നറിയാമോ, അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഫുഡില്ല, തിരുവനന്തപുരത്ത് അതില്ല ഇതില്ല എന്ന്. ഞാൻ ചിന്തിച്ചത് എന്നിൽ കൂടെ ഒരു ലിമിറ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ ചെയ്യുന്ന കണക്കല്ല, പണ്ട് ഒരു ലിമിറ്റുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ആൾക്കാരിലോട്ട് എത്തണം. രാവിലെ 7 മണിക്ക് ഞാൻ ആ പുള്ളിയെ കൊണ്ട് ഓടാൻ തുടങ്ങിയത് രാത്രി 8 മണി വരെ 31 സ്പോട്ട് കവർ ചെയ്തു. എൻ്റെ ലക്ഷ്യം പുള്ളിക്ക് കണ്ടൻ്റ് അല്ല, തിരുവനന്തപുരത്തെ ഫുഡ് ആൾക്കാരിലോട്ട് എത്തണം എന്നാണ്. ഇതുവരെ അത് ആർക്കും അറിഞ്ഞൂടാ. പലരും വിചാരിച്ചിരിക്കുന്നു പുള്ളിക്ക് കണ്ടൻറ്റ് വേണ്ടി മടിയെന്ന്. എൻ്റെ ലക്ഷ്യം ഈ തിരുവനന്തപുരത്ത് ഇത്രയും ഫുഡ് സ്പോട്ട്സ് ഉണ്ടെന്ന്, കറക്റ്റ് പ്രോപ്പർ നാടൻ തിരുവനന്തപുരത്തിൻ്റെ ഓതൻറ്റിക് ഫുഡ് സ്പോട്ട്സ് ഉണ്ടെന്ന് ആൾക്കാരിലോട്ട് എത്തണം, മലയാളികളുടെ അടുത്ത്. അത് വൻ വിജയമായിരുന്നു. പുള്ളിക്കാരൻ പോയി ആ വീഡിയോസിൻ്റെ റീച്ച് പല വ്ളോഗേഴ്സും വന്ന് ഇപ്പോഴും വരുന്നുണ്ട്, എന്നെ തന്നെ തിരക്കി വരുന്നുണ്ട്. ഞാൻ തന്നെ കൂടുതൽ കൊണ്ടുപോകുന്നത് ഓരോ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് തിരുവനന്തപുരത്ത് കിഡിലോൾസ്കിയുടെ വില എന്താണെന്ന്. കാരണം ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പോയാൽ എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നത് അവർ കണ്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ അത് ഞാനൊരു മതിപ്പായിട്ട് പറയുന്നതല്ല, എനിക്കതിൽ സന്തോഷമുള്ളൂ. നമ്മൾ മുഖേനയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വാണ്ടറിങ് മുഖേന ഞാൻ പുള്ളിയെ ഉപയോഗിച്ചതാണ് സത്യം. ഞാൻ ഇത് ആരുടെ പറഞ്ഞിട്ടില്ല, ഞാൻ പുള്ളിയെ യൂസ് ചെയ്തെന്ന് ഞാൻ പറയുന്നു. അതുപോലെ ഫുഡ് അണ്ടർ സാബു വന്ന് പുള്ളിയോടെ ഞാൻ 3 ദിവസം പോയി. ഞാൻ പഠിച്ചത് എങ്ങനെയൊക്കെ വീഡിയോ എടുക്കാം, എങ്ങനെയൊക്കെ ഒരു ഹോട്ടലിൽ പോയിരുന്ന് കോണ്ടൻറ്റ് എങ്ങനെയൊക്കെ ചെയ്യാം, അതൊക്കെ ഞാൻ പുള്ളിയുടെ നിന്ന് കുറച്ച് നോക്കി പഠിച്ചു. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ഒരാളുടെ താങ്ക്സ് പറയാനുള്ള, ഞാൻ ഈ വീഡിയോ ചെയ്ത് തന്നപ്പം ഫുഡ് റൈഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞ്, ബിജു നീ എന്താണ് സംസാരിക്കുന്നത് അത് സംസാരിച്ചിട്ടോ, വേറെ ആര് പറയുന്നത് കേൾക്കല്ലോ, ഈ സംസാരം കണ്ട് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നത് അവർ മതി നിനക്ക് എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതൊക്കെ എല്ലാവരെയും ഞാൻ എടുത്ത് പറയുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉണ്ട്. ഏതൊക്കെ സ്പോട്സ് ആയിരിക്കും കൊണ്ടുവന്ന് ഏറ്റവും ഫേവറേറ്റ്?
ആക്ച്വലി ഞാൻ തുടങ്ങുന്നെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയെന്ന് നമ്മളെ ഗൗരി ശങ്കർ മുതലാണ് തുടങ്ങുന്നത്. അതാണ് എൻ്റെ ഒരു രീതി. ആ 7 മണിക്ക് കട തുറക്കും, നല്ലൊരു ഐശ്വര്യമായിട്ട് തുടങ്ങി ലാസ്റ്റ് എൻ്റെ രാത്രി കേത്തലിലായിരിക്കും. ഇങ്ങനെ കൊണ്ടുപോകും. വെജിറ്റേറിയനിൽ നിന്ന് തുടങ്ങി, മട്ടനിൽ നിന്ന് തുടങ്ങി, നാടൻ ചിക്കൻ ബ്രെഡിൽ നിന്ന് തുടങ്ങി, ചിക്കൻ തോരനിലോട്ട് പോയി, പഴങ്കഞ്ഞിയിലോട്ട് പോയി, എല്ലാം കവർ ചെയ്ത് ഊണും മീനിലോട്ട് വന്ന് ബിരിയാണിയിലോട്ട് പോയി. ഇനിയിപ്പോൾ മന്തിയുണ്ട്. ഇങ്ങനെ കറങ്ങി സ്വീറ്റ് കടയും കറങ്ങി, വൈകിട്ട് സ്വീറ്റ് കട, ജ്യൂസ് കട, ഹെർബൽ ജ്യൂസ് കട, ഇങ്ങനെ ഒരു വേ തന്നെ ഉണ്ട്. ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും, അതിലെല്ലാം പെടും. അത് എൻ്റെ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ അറിയാം. ഫുഡി കിഡിലോൾസ്കിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഹൈലൈറ്റ്സിൽ 30-31 സ്പോട്ട് കിടപ്പുണ്ട്. കണ്ടന്റ് ഒക്കെ ചെയ്ത് വരുമ്പം കൊളാബ്സ് വരുമല്ലോ. ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞാൻ 2-3 കൊല്ലമേ ആയുള്ളൂ തുടങ്ങിയിട്ട്. ആദ്യം ഞാൻ ഇതിനെതിരായിരുന്നു. ഈ ക്യാഷ് മേടിച്ച് വീഡിയോ ഇട്ട്, സത്യമാണ് ഇതിൽ സത്യാസം, നമ്മൾ ഒളിക്കാനൊന്നുമില്ല. ഞാൻ ഒരുപാട് അടുത്ത് പറയും, അയ്യോ അവൻ ഇത്ര രൂപ വാങ്ങിച്ച് ചെയ്ത്. ഞാൻ മാത്രമല്ല, പല നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ആൾക്കാർ അവർക്ക് ആവശ്യമുണ്ട് നമ്മളാണ്. അതായത് ഞാനെന്നൊരു കോണ്ടന്റ് ക്രിയേറ്ററിന് ആ ഹോട്ടലുകാർക്ക് അവരുടെ പരസ്യത്തിന് ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും എന്നൊരു അവസ്ഥയിലോട്ട് എത്തി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആദ്യമായിട്ട് എന്നെ വിളിച്ച രണ്ടുപേര് ഇൻഫോസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആദ്യമായിട്ടാണ് ഇതേപോലെ വീഡിയോ ചെയ്യണം, എത്ര രൂപയാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇഷ്ടമുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി വീഡിയോ ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്കൊരിതുണ്ട്, എൻ്റെ വീഡിയോ നല്ല വൃത്തി റീച്ച് ആയില്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ്. ചില കാര്യങ്ങളിൽ എപ്പോഴും ഒരു മൈൻഡിൽ ഇരിക്കും എന്ന് പറഞ്ഞ് പറ്റത്തില്ല, ഒരേ ടെൻഷനിൽ പോകും. അങ്ങനെയൊക്കെ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പം റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് കൊളാബ്സ്? എപ്പോഴെങ്കിലും ആ ഫുഡ് ഇഷ്ടപ്പെടാണ്ട് വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരുപാട് എൻ്റെ വീഡിയോ ചെയ്യുന്നവർക്ക് എനിക്ക് ഇഷ്ടപ്പെടാതെ വന്ന ഫുഡുകൾ, ഞാൻ ഓരോ ഫുഡ് ഇന്ന ഹോട്ടൽസിൽ ഈ ഐറ്റം ഉണ്ട്, ഈ ഐറ്റം ഉണ്ട്, ഇതുണ്ട്, ഇതൊക്കെ അവരുടെ ഡിഷസാണ്. നിങ്ങൾ വന്ന് കഴിച്ച് അഭിപ്രായം പറയുകയെന്ന് പറയും. അതാണ് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു രീതി എന്നും പറഞ്ഞ് ഞാൻ ആ ഹോട്ടലിന് അവിടെ പറയുന്നുണ്ട്, ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിവതും ആ ഹോട്ടലിൽ പറയും, ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇത് നിങ്ങൾ മാറ്റണം, ഇത് കൊടുത്ത ആൾക്കാർ വരത്തില്ല. എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സ് ഒരു 100-ൽ 99% ശരി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പലയിടത്തും ശരിയായിട്ടേ ഉള്ളൂ. അതിലിപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരാറുണ്ടോ? ഈ കാശ് മേടിച്ചിട്ട് ചെയ്യുവാണ്, കാശ് മേടിച്ചിട്ട് ഈ ഡിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അതിനെ മാറ്റിയിരുത്തും. എന്നിട്ട് ഇഷ്ടപ്പെട്ടത് മാത്രം വെച്ചിട്ട്, എന്നിട്ട് ഞാൻ ഇതെല്ലാം കഴിച്ച് അടിപൊളി എന്ന് പറയത്തില്ല, നിങ്ങൾ വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുക. ഇപ്പോഴും ഒരു 3 കടകൾ അത് കാരണം എനിക്ക് പ്രൊമോഷൻ തന്നിട്ടില്ല. അതായത് ഫുഡ് ഇങ്ങനെയെന്ന് പറഞ്ഞില്ല. പിന്നെ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ ചിലർ പറയും, ചില വീഡിയോ ഭയങ്കര രസമുണ്ട്, ചില വീഡിയോ എന്തിങ്ങനെ എന്ന് ചോദിക്കാറുണ്ട്. ആ ചില വീഡിയോ അടിപൊളി എന്ന് പറയണത് ഞാൻ മനസ്സും വയറും ഒക്കെ നിറച്ചിട്ട് ചെയ്യണതാണ്. പണ്ടേ അറിയാവുന്ന കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലോ, ഈ രജിലയും കേത്തിലും, അത് അല്ലാണ്ട് ഈ പുതിയ വരുന്ന റെസ്റ്റോറൻറ്റ്സ് എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. ഈ പണ്ടേ എന്ന് പറയുന്നത് ഈ പഴയ കടകളെ ഞാൻ കൂടുതലും എപ്പോഴും പോസിറ്റീവ് നിലനിർത്തുന്നതും നിങ്ങൾ കേൾക്കാനാണ്. അത് നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് എനിക്ക്. അല്ലാതെ എനിക്ക് ആ ഹോട്ടലായിട്ട് നൊസ്റ്റാൾജിയുണ്ട്. പക്ഷേ ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഒറിജിനാണ്. നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ ഭക്ഷണ സംസ്കാരത്തിൻ്റെ ഒറിജിനാണ്. ഇപ്പം മട്ടനിൽ റെജിലയായാലും സദ്യയിൽ മതേസ് ഇപ്പോഴായിട്ട് വന്നതാണ്. സദ്യയിൽ ഒരു 12 കൊല്ലമായുള്ളൂ, 12 13 കൊല്ലം കറക്റ്റായി എനിക്കറിയാം. ഉദ്ഘാടനത്തിന് പോയ കടയാണ്. മതേസ് വെജ് പ്ലാസ ആയാലും ഞാൻ പറയാൻ സമ്മതിക്കാത്ത നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ വാഴപ്പള്ളിയിലെ ബാലാജി കഫേ ആയാലും, ഗൗരി ശങ്കർ ആയാലും, സ്വീറ്റ്സ് കടയായാലും, ബോളിസമയായാലും, മട്ടൻ്റെ പല കടകളായാലും, ഗുഡ് മോർണിംഗ് ഹോട്ടലായാലും. അടുത്തിടെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു ഇൻസ്റ്റാ പേജിൽ ഗുഡ് മോർണിംഗ് ഹോട്ടൽ, മതേസ് വെജ് പ്ലാസ, GP ഹോട്ടൽ, ഇത് 3 എടുത്തിട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഓവർ റേറ്റഡായ ഹോട്ടലാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനത് പറയാൻ പഠിക്കുന്നില്ല. എൻ്റെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ ഞാൻ അതിൽ കമൻറ്റ് ചെയ്ത്, ഇത് ഒട്ടും ശരിയായ രീതിയിലുള്ള പോസ്റ്റല്ല, ഇത് എന്തോ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ കമൻറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് അത് അപ്പം ഒരുപാട് പേര് ആ പുള്ളി നെഗറ്റീവ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പുള്ളിക്ക് പേഴ്സണൽ മെസ്സേജ്, ഞാൻ പറഞ്ഞു, ബ്രോ എനിക്ക് അതിൽ കിടന്ന് അടിയോടാൻ വയ്യ, നിങ്ങൾ ചെയ്തത് ശരിയാണോ? ട്രിവാൻഡ്രത്ത് ഈ 3 റെസ്റ്റോറൻറ്റ്സ് എടുത്തിട്ടിട്ട് അതിന് നിങ്ങൾ അത് ശരിയല്ല ബ്രോ. ഒന്നാമത് നമ്മളൊക്കെ ഒരുപാട് പാടുപെട്ട് അതിൽ നിന്ന് മാറി വരെയാണ്. കളിയാക്കലിൽ നിന്ന് ബിരിയാണിയെ വെച്ച് എത്രയോ കളിയാക്കുന്നു.
അത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ ബ്രോ. ആസ് എ സത്യം നടന്ന സംഭവമാണ്. ഞാൻ പുള്ളിയുടെ അടുത്ത് അപേക്ഷിച്ച്, ബ്രോ ഞാൻ നിങ്ങൾക്കെതിരെ ഇട്ട സ്റ്റോറി ഡിലീറ്റ് ചെയ്യാണ്, എനിക്കതൊന്ന് ഡിലീറ്റ് ചെയ്ത് തരുമോ, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, ബ്രോ പ്ലീസ് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം. പുള്ളി അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞിട്ട് അത് ഡിലീറ്റ് ചെയ്തു. എൻ്റെ ട്രിവാൻഡ്രത്തിന് ഒരു താങ്ക്സ് ആണ് ഡിലീറ്റ് ചെയ്തതിന്. സംഭവിക്കാം. അതായത് ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പഴയ ഒരു റൂമിൽ 7 നിൽക്കുന്ന കണക്കല്ല, ഇപ്പം 70-50 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബീഫ് ഉണ്ടാക്കും, സംഭവിക്കാം, ടേസ്റ്റ് ഡിഫറൻസ് വരും. അത് അങ്ങനെയാണ് സ്പീഡി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ അത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ കഴിയണം. അപ്പം ചിലയിടത്ത് ഞാൻ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, കേത്തൽസ് ചിക്കൻ കഴിക്കാൻ പോകുമ്പോൾ എരിവുണ്ടായിരിക്കും, ചില ടൈം ഭയങ്കര എരിവായിരിക്കും, ചില ടൈമിൽ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ എനിക്കും പണ്ട് ഞാനും ഇറിറ്റേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അവർ പറയുന്നത് വരുന്ന മുളകിൻ്റെ ടേസ്റ്റ് അനുസരിച്ച്, ഈ ഡിസംബറിൽ വരുന്ന മുളകായിരിക്കത്തില്ല ജനുവരിയിൽ വരുന്നത്, അതായിരിക്കത്തില്ല അടുത്ത മാസം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ മാറ്റം വരുമ്പം ടേസ്റ്റിന് ഡിഫറൻസ് സംഭവിക്കും. പുതിയ ഹോട്ടൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പുതിയ ഹോട്ടൽസിൽ എനിക്ക് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, ചേട്ടാ ഇവിടുത്തെ ഫുഡ് കൊള്ളാം. തിരുവനന്തപുരത്ത് ഒട്ടുമിക്കതും കണ്ടുപിടിച്ച് തീർന്നു. ഇനിയിപ്പം ചെയ്യുന്നതൊക്കെ റിപ്പീറ്റാണ്. ടെക്നിക്കൽ ടീം പണ്ട് ഒറ്റയ്ക്കായിരുന്നല്ലോ. 200, അതായത് ഇൻസ്റ്റാഗ്രാമിൽ 200K വരെ ഞാൻ മൊബൈലും കൊണ്ട് ലൈറ്റും പിടിച്ച്, എൻ്റെ മുഖം അധികം കാണിക്കത്തില്ല, അറിയാലോ, വോയിസ് ഓവർ ചെയ്തതിനായിടുമായിരുന്നു. ഇപ്പോൾ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രൊമോഷൻ വന്നു തുടങ്ങിയപ്പം തന്നെ ഞാൻ ക്യാമറ, ഈ പുതിയ ആൾക്കാർ വന്നപ്പം അതിനെ ഉറച്ചു വയ്ക്കുന്നില്ല. പലരും ഭയങ്കര രീതിയിൽ വീഡിയോ എടുക്കണം. അപ്പം ഞാനും ആലോചിച്ചു, ഇത്ര കാലമായിട്ട് ഞാനിങ്ങനെയൊക്കെ എടുത്ത് നടന്നാൽ മതിയാ, എൻ്റെ മുഖം കാണിക്കാം. അത് മനുഷ്യൻ്റെ ഒരു ഇതാണ്. അതായത് നമ്മൾ മാറ്റം വരുത്തണം, പുതിയ ചേഞ്ചസ് വരുത്തണം. സോ പുതിയ ആൾക്കാരുടെ എന്നൊക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് ഞാനും അതുപോലെയൊക്കെ ക്യാമറമാനെ കൊണ്ടുവന്നു. പക്ഷേ കൊണ്ടുവന്ന ക്യാമറമാനൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ ഒത്തിരി ഫുഡ് ടേസ്റ്റ് ചെയ്യണം, ട്രൈ ചെയ്യണം. അപ്പോൾ കുറേ അൺഹെൽത്തി ഫുഡും കഴിക്കേണ്ടി വരും. അൺഹെൽത്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഹെൽത്ത് എങ്ങനെയാണ്? ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രാവിലെ തേന് 1 സ്പൂൺ കുടിക്കാറുണ്ട്, വെറും വയറ്റിൽ. പഴങ്കഞ്ഞി ആഴ്ചയിൽ 2 ദിവസം കുടിക്കാറുണ്ട്. വെറും വെറ്റില ആഴ്ചയിൽ ഒരു 3 ദിവസം ചവച്ച് കഴിക്കാറുണ്ട്. പിന്നെ നല്ല വർക്കൗട്ട് ചെയ്യും. പിന്നെ ഈ അൺഹെൽത്തി ഫുഡ് ആവശ്യം പോലെയൊക്കെ തിന്നുന്നുണ്ട്. എനിക്ക് ബർഗർ കൊതി വന്നാൽ ബർഗർ പോയി കഴിക്കും. അത് മാസത്തിൽ 1 തവണ 2 മാസത്തിൽ ഒരിക്കലായിരിക്കും. അല്ലാതെ ഫുഡ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒരു ബൈറ്റേ എടുക്കത്തുള്ളൂ, ബാക്കി ഇത്രയും ടേസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ തന്നെയാണ്. പിന്നെ വർക്കൗട്ട് കറക്റ്റാണ് ചെയ്യുന്നുണ്ട്. എൻ്റെ കാല് ഇടയ്ക്ക് ഈറ്റ് ട്രിവാൻഡ്രത്തിൻ്റെ അവാർഡ്സിന് മുകളിലോട്ട് ചാടി കാലിൻ്റെ കാൽക്കാനിയസ് എല്ല് പൊട്ടി. പ്ലേറ്റ് ഇട്ട് 8 മാസം ഞാൻ കിടപ്പായിരുന്നു. കറക്റ്റ് 8 മാസം ബെഡിലായിരുന്നു. ഈ 8 മാസവും ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇട്ടു. എൻ്റെ അത്രയ്ക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഈ തിരുവനന്തപുരത്തെ പല ഹോട്ടൽസുകാരും എന്നെ കാണാൻ വന്നു. ഇവർ ഇനി സംസമിന്നൊക്കെ കാണാൻ വന്നതല്ല, സംസമിന്ന് പൊതി കൊടുത്തിട്ട് ബാക്കി പല ഹോട്ടൽ ഓണേഴ്സും എനിക്ക് ഡെയിലി ഫുഡ് കൊടുത്തുവിട്ട്. അതാണ് സ്നേഹം. എൻ്റെ കുടുംബക്കാരെയും കാട്ടി കൂടുതൽ തിരുവനന്തപുരത്തിൻ്റെ പല ഹോട്ടൽ ഓണേഴ്സും എനിക്ക് സാധനങ്ങൾ കൊടുത്തു വീട്ടി. നിനക്ക് എന്തിനു വേണം, അത് വേണം. അത് ഒരു ബ്ലോഗേഴ്സിനും കിട്ടത്തില്ല. എനിക്ക് ഉറപ്പുണ്ട്, ഇത്രയും ദിവസം ഫുഡ് എനിക്ക് ഇഷ്ടമുള്ളത് വീട്ടിലെത്തിക്കാൻ എന്ത് വേണമെന്നാണ് വിളിച്ച് ചോദിക്കുന്നത്. സംസം പോലൊരു ഹോട്ടൽ ആലോചിച്ച് നോക്ക്. എനിക്ക് അവരെ വീഡിയോ ഒന്നും ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല. എൻ്റെ മെസ്സേജ് ഒക്കെയാണ്, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയണം, ഷവായ കൊടുത്ത് വിട്ട, റജിലയെന്ന് കൊണ്ടുവരും, ഫൈസൽ ഹോട്ടൽ കൊണ്ടുവരും. ഇത്ര ഹോട്ടൽസ് എനിക്ക് പേര് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ കാലോടിന് ഇടുന്നപ്പോൾ വീട്ടിൽ ഫുഡ് എത്തിച്ച്. റെഗുലർ ഹെൽത്ത് ചെക്കപ്സും ഒക്കെ ഞാൻ ഹെൽത്ത് ചെക്കപ്പ് ഒരു 6 മാസം മുന്നേ 2-3 പ്രാവശ്യം ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് വർക്കൗട്ട് രാവിലെ മീസ നടക്കാൻ പോയിരുന്നു, രാത്രി സൈക്ലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്കൗട്ട് ജിമ്മിൽ, കാർബൺ ജിം, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, അവിടെ ചെയ്യുന്നു. സോഷ്യൽ മീഡിയയുടെ പ്രശ്നമുണ്ടല്ലോ, ഒത്തിരി നെഗറ്റീവ് കമൻസും. സ്പെഷ്യലി ഫുഡ് ബ്ലോഗ് ആവുമ്പം ഭയങ്കര ആൾക്കാർ കയറി നിരങ്ങുമല്ലോ, നമ്മളൊരു നല്ല സ്പോട്ടാണെന്ന് പറയുകയാണെങ്കിൽ. അതെങ്ങനെയാണ് അങ്ങനെ അത് ഡീൽ ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ പേടിയായിരുന്നു. വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നെഗറ്റീവ് ഇല്ല. ഫേസ്ബുക്കിൽ ഇട്ടപ്പം അയ്യോ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത വിളി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ച് കള്ള ഐ ഡി കയറി തിരിച്ചു കൊടുക്കാമെന്ന്. പിന്നെ അതുമായിട്ട് അങ്ങ്
അത് ഞാൻ വേറെ രീതിയിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ സാർ എന്നൊക്കെ നമ്മൾ ആൾക്കാർ പറഞ്ഞെന്ന് അങ്ങനെ കമൻറ്റ് കൊടുത്താൽ മതി എന്ന്. അപ്പം അങ്ങനെ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളഞ്ഞു. നമ്മളത് ഉൾക്കൊണ്ടില്ല, തള്ളിക്കളഞ്ഞു. ഇപ്പോഴായിട്ടൊരു സംഭവം ഉണ്ടായി. ഞാൻ ബുർജൽ മന്തിയിൽ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരാൾ വന്ന് ഭയങ്കര ബഹളം. മന്തി നിങ്ങൾ 200 എത്ര രൂപ മേടിക്കുന്നു, സ്വിഗ്ഗിയിൽ 130 രൂപയുള്ളതാണ്. അപ്പോൾ ഞാൻ ആലോചിച്ച്, അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓണർ സ്വിഗ്ഗിയെ വിളിക്കുകയാണ്, അയ്യോ സാറേ അറിയാതെ ഓഫറായിപ്പോയെന്ന്. ഞാൻ അന്വേഷിച്ചപ്പോൾ പല ഹോട്ടൽസ് അവർ ചെയ്യുന്നുണ്ട്. ഈ ഹോട്ടൽ ഓണേഴ്സ് അറിയാതെ ഇവർ ഓഫർ ഇടും. ഞാൻ എന്നിട്ട് നേരെ ഇമ്പീരിയൽ കിച്ചൻ്റെ കേക്ക് മിക്സിങ്ങിന് പോയപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു ഹോട്ടലിൽ വേണ്ടി 40% സ്വിഗ്ഗിയും സൊമാറ്റോ എടുക്കുന്നത്. ഞാൻ ബില്ലി കോട്ട് ബിരിയാണിയിൽ ഇപ്പം അവിടെ നിന്ന് മേടിച്ച 350 രൂപയെന്ന് വെച്ചോ, അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. സ്വിഗ്ഗിയിൽ 100 രൂപ കൂടുതൽ, അതിൻ്റെ കൂടെ ഡെലിവറി ചാർജ്. പക്ഷേ ഈ എടുക്കുന്ന പൈസയൊന്നും ഹോട്ടലുകാർക്ക് പോകുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്ന പൈസ ഇത്ര ശതമാനം 40% അവരെടുത്തിട്ട് ബാക്കി പൈസയാണ് ഇട്ട് കൊടുക്കുന്നത്. ഡെലിവറി ബോയ്സിനാണെങ്കിൽ ഒരു 20 രൂപ 25 രൂപ കൊടുക്കുന്നുള്ളൂ പെർ ഡെലിവറിക്ക്. ഇത്രയും പൈസ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് പകുതി കൊടുക്കട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്തു. ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നത് ഇമ്പീരിയൽ കിച്ചണിൽ നിന്നാണ്. കമ്പയർ ചെയ്യാൻ എൻ്റെ സ്വാഭാവികമായിട്ട് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞാൻ ഇമ്പീരിയൽ കിച്ചൻ്റെ പേര് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞു. പക്ഷേ വീഡിയോ അക്സെപ്റ്റ് ചെയ്ത് സ്വിഗ്ഗി സൊമാറ്റോയ്ക്കെതിരെ ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ എൻ്റെ പേജിൽ ഒരു നെഗറ്റീവ് ഇടുന്നു. അതിനെന്താണ്, എനിക്ക് തിരുവനന്തപുരത്തെ ഹോട്ടൽസ് വിലപ്പെട്ടതായതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ എന്നും നിൽക്കും എന്ന് സത്യം എൻ്റെ മനസാക്ഷിയിൽ ഞാൻ പറയുന്നു. ഞാൻ എന്നും നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ഇട്ടത്. കാരണം അവർക്കുള്ള കറക്റ്റായിട്ടുള്ള പൈസ കിട്ടുന്നില്ല. ഞാനത് വീഡിയോ ഇട്ട് അത് വൈറലായി. അപ്പോൾ എനിക്കെതിരെ ഒരു ബ്ലോഗർ ഞാൻ അതിന് റിയാക്ട് ഒന്നും ചെയ്തില്ല. ട്രിവ്യൻ എനിക്ക് 2-3 അയച്ചു തന്നു. ഒരു ചീപ്പ് കയ്യിൽ വെച്ചിട്ട് യവന് വേറെ ജോലിയില്ല, യവ ആരാണ്, അങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്തൊക്കെ യവൻ്റെ പ്രൊമോഷൻ, ഇമ്പീരിയൽ കിച്ചൻ്റെ പ്രൊമോഷനാണ്, യവന് കുടുംബം പോറ്റാൻ കണ്ട സ്വിഗ്ഗിയിലെയും സൊമാറ്റോയിലെ പയ്യന്മാരെ ഇങ്ങനെ കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞ് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ട്. എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല. എന്ന് വെച്ചാൽ അത് കണ്ട വിഷമാവാന്നൊക്കെ ഒന്നുമില്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. അതിൽ പലരും എനിക്ക് നല്ല കമൻസാണ് കിട്ടിയത്. ആ പുള്ളിയുടെ വീഡിയോയിൽ തന്നെ ഞാൻ കമൻസ് ഇപ്പോഴായിട്ട് വായിച്ച് പലരും പറയുന്നുണ്ട് പുള്ളിയുടെ ഉദ്ദേശം മനസ്സിലാക്ക് എന്നിട്ട് പറയാമെന്ന്. ഞാൻ പുള്ളിയെ കുറ്റം പറയുന്നില്ല. പുള്ളിയുടെ പേജ് അങ്ങനെ ആയിരിക്കാം, റിയാക്ഷൻ എന്തോ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ രീതിയിൽ പുള്ളി റിയാക്ട് ചെയ്ത്. ആർക്കും ചെയ്യാലോ. ഞാൻ പറയാം, എന്നെ പറ്റി ഞാൻ തിരിച്ച് പറയാൻ പോയാൽ ഞാൻ അത് ചെവി കൊണ്ടില്ല. ഇതിൽ കൂടെ കേട്ട് ഇതൊരു കളഞ്ഞു. എന്നുവെച്ചാൽ അത് പറഞ്ഞതിൽ ഒരു ബന്ധമില്ലല്ലോ. ഇപ്പോൾ ഈ ഇങ്ങനെ സ്പെസിഫിക്കലി ഈ സ്വിഗ്ഗിയും സൊമാറ്റോയിലും പറ്റിയിട്ട് പറയുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും റിയാക്ഷൻ വന്നിരുന്നോ? സ്വിഗ്ഗിയിൽ നിന്ന് ആൾക്കാർ സ്പെസിഫിക് ആയിട്ട് ചില ഹോട്ടൽസിൽ പോയി നിങ്ങൾക്ക് എത്ര രൂപ കുറയ്ക്കണമെന്ന് കേട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ വല്ലതും കുറച്ചാൽ ഞാൻ അത് ഇഷ്യൂ ഉണ്ടാക്കും. ഞാൻ അറിഞ്ഞാൽ എല്ലാവർക്കും കുറയ്ക്കുന്നെങ്കിൽ ടോട്ടൽ ട്രിവാൻഡ്രത്തുള്ള ഏത് ടോട്ടൽ ഹോട്ടൽസിനും ഒരിതും ഉണ്ടാക്കി, അല്ലെങ്കിൽ നമ്മളെ വർക്കല കോഴിക്കോടൊക്കെ ചെയ്തതല്ല എല്ലാ ഹോട്ടൽസും സ്വിഗ്ഗി സൊമാറ്റോ അങ്ങ് നിർത്തുക. എന്നിട്ട് ഒരു ചെറിയ ആപ്പ് കോഴിക്കോടുണ്ട്, അതുവഴിയാണ് എല്ലാവരും ഡെലിവറി കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക ഹോട്ടൽ വഴി തന്നെ. പലരും അതിലൊരു കമൻറ്റ് ചെയ്ത് അപ്പോൾ ഹോട്ടൽസ് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ പോലെയാണ്. ഞാനൊരു ഹോട്ടൽ ഓണറാണ്. ഒരു കസ്റ്റമർ എൻ്റെ നിന്ന് ചില്ലി ചിക്കൻ മേടിക്കുന്നു. അപ്പോൾ ഞാനത് ഓഫ് ചെയ്താൽ അവൻ വേറെ ഹോട്ടലിൽ തിരക്കി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ ഓണേഴ്സ് ചിന്തിക്കുകയുള്ളൂ. പലരും ഓർമ്മയുണ്ട് അന്ന് പറഞ്ഞ് ഇമ്പീരിയൽ കിച്ചൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ പോലെയെന്ന്. അപ്പോൾ ഹോട്ടൽ ഓണേഴ്സ് സ്വിഗ്ഗിയിൽ ഇവർ അഡിക്ഷനാക്കി എടുത്തിട്ട് ഞാൻ ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി മേടിക്കണമെങ്കിൽ, ഇപ്പോൾ എൻ്റെ സംസാരം കണ്ടല്ലോ, ഇമ്പീരിയൽ 3-4 വർഷം വന്നു. അതാണ് ആ വീഡിയോയിൽ സംഭവിച്ചത്. ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല, ക്ലോസ് ചെയ്തിട്ടാൽ അവൻ വേറെ കടയിൽ പോകും. ആ കടയിൽ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഹോട്ടലിൽ ചിന്തിക്കത്തുള്ളൂ, അവർക്കുള്ള സെയിൽ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ചെറിയ രീതിയിൽ വന്ന് ഒരു അഡിക്ഷനാക്കി അങ്ങ് നിർത്തിയിരിക്കുകയാണ് സ്വിഗ്ഗി സൊമാറ്റോ. ഇത് എടുക്കണ പൈസ ഡെലിവറി ബോയ്സിന് കൊടുക്കൂ. 20 രൂപ 25 രൂപയാണ് കൊടുക്കുന്നു ഡെലിവറി ബോയ്. ആ ഒരു ഡെലിവറി ബോയ് കൂടെ എൻ്റെ കയ്യിൽ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് കാര്യം അറിയാം, ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പിറ്റേന്ന് എൻ്റെ കിടപ്പുണ്ട്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യ പയ്യൻ വന്ന് ചേട്ടാ എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയണം, ചേട്ടാ
ചേട്ടൻ ചെയ്തതാണ് കറക്റ്റ്, ഞാനിപ്പോൾ പോർട്ടലിലാണ് ഓടുന്നത്. പുള്ളിയുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഇട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. എൻ്റെ ഒരു പോയിന്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതാണ് നെഗറ്റീവിനോടുള്ള, നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചാൽ മതി. ഇനി അതിൻ്റെ തോളിൽ കയറി ഇരിക്കാനൊന്നും. ഇപ്പൊ ആൾക്കാരൊക്കെ അറിയാലോ, എവിടെ പോയാലും എനിക്ക് അതിൽ സന്തോഷമുണ്ട്. പലരും എൻ്റെ അടുത്ത് കണ്ടാന്നും സംസാരിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നോക്കി കൈകാണിച്ച് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര. അതിനോട് എങ്ങനെയാണ് റിയാക്ഷൻ? ഞാൻ ബോംബെ പോയപ്പം മലേഷ്യയിൽ പോയപ്പോഴെല്ലാം എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞു. മലയാളികൾ കിഡിയോൾസ്കി അല്ലേ, ബ്ലോഗ് ചെയ്യുന്ന ആളല്ലേ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഒരു അതിനോട് ചേർന്ന് എന്ന് വെച്ചാൽ ഹായ് എന്താണ്. അപ്പോൾ ഞാൻ പറയും, എൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയണേ, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണം, രണ്ടുപേരൊക്കെ ഫോട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒന്ന് ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ലാലേട്ടനൊക്കെ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയും, നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ അവർ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇത് പറയും എപ്പോഴും. എനിക്ക് അതാണ്, എന്നെ കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ തന്നെ മനസ്സിൽ എന്നെ നോക്കി ചിരിച്ച് എന്നെ മനസ്സിലായി. പിന്നെ തിയേറ്ററിൽ പോകുമ്പം എന്നെ ആരെങ്കിലും എന്നെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ട്. തിയേറ്ററിൽ പോകുമ്പോൾ അതോ കിഡിലോൾസ്കി പോകണമെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൽ ഏറ്റവും ഹോട്ടൽസിൻ്റെ സൈഡിൽ നിന്നുള്ള ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഓർത്തിരിക്കാൻ? എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞില്ലേ ആർക്കും കിട്ടാത്ത, ഇപ്പം കുട്ടിക്കാലം മുതൽ ഞാൻ ബാപ്പാനോട് നിസാർ ഹോട്ടലിൽ പോയാൽ കഴിച്ചിറങ്ങുമ്പം ആ ഹോട്ടൽ ഓണർ ഒരു പിടി ചോക്ലേറ്റ് വരികയിൽ തരും. അപ്പോൾ ആ രീതിയിൽ എക്സ്പീരിയൻസ് നോക്കണമെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വയ്യാതെ കിടന്നപ്പോൾ വന്ന് കണ്ടത്. സത്യം പറയാലോ, ചില ഹോട്ടൽസിൽ ഇപ്പം പോയി കഴിച്ചാലും എന്നേന്ന് ക്യാഷ് മേടിക്കത്തില്ല. ഇനി നിർബന്ധിച്ച് ചിലയിടത്ത് ഇട്ട് കൊടുക്കണമല്ലാതെ പലരും പൈസ വാങ്ങിക്കത്തില്ല. എന്നുവെച്ചാൽ പണ്ട് മുതലേ പലരെയും അത് ചെയ്യുന്നത് ചിലപ്പം ഒന്നും മിണ്ടാതെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഓടും. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഒരു ബെസ്റ്റ് ഫൈൻഡ് ചെയ്തായിരുന്നു പുതിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്? ആക്ച്വലി ഈ ഇടയ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഫൈൻഡ് ചെയ്ത പലതും ആ തലത്തിൽ അന്ന് വ്ളോഗേഴ്സ് കുറവായിരുന്നു. ഇപ്പോൾ ടോപ്പാണ് പലതും. ഇപ്പം ഉദാഹരണത്തിന് എൻ്റെ ഫൈൻഡിങ്സിൽ ഉണ്ടായതിൽ ഇപ്പം മസാല സോഡ അത് ഇപ്പോഴും പോകുന്നുണ്ട്. പിന്നെ അവണാകുഴി ബാലമുരുകൻ തട്ടുകട. ഞാൻ ഒരു ക്രോസ് ചെയ്തപ്പോൾ ചിക്കൻ്റെ മണം കണ്ട് നിർത്തി പോസ്റ്റ് ഇട്ടത് ചരിത്രമായി. പുള്ളിക്കാരപ്പം വീട് വരെ വെച്ച് വലിയ ബാലമുരുകൻ തട്ടുകട. കൃഷ്ണ ഹോട്ടൽ കടച്ചക്കുഴിയിലെ മെയിൻ കുക്കായിരുന്നു. മദ്യപാനത്തിന് അഡിക്റ്റായി മദ്യപാനം നിർത്തിയിട്ട് ചെറിയൊരു, അതാണ് പറഞ്ഞത് യൂണിവേഴ്സിൻ്റെ ഒരു പവർ. ഒരു കുളത്തിൻ്റെ കഴിയിൽ ഒരു ഓലയിട്ട് പുള്ളിക്കാരൻ ഡെയിലി ഒരു കോഴി വെച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ അവിടെ ചായ കുടിക്കാൻ മണം കണ്ട് ചായ കുടിച്ച് പെരട്ടിൻ്റെ ഒരു വീഡിയോ എടുത്ത് പുള്ളിക്കാരെ ഇപ്പോൾ വലിയ ഒരു സെറ്റപ്പ് ഒരു സ്ഥലത്ത് ഇതൊക്കെ ചെയ്ത് വീടൊക്കെ വെച്ച് മോൻ കല്യാണം കഴിഞ്ഞ് ഹാപ്പിയാണ്. അങ്ങനെ ഒരുപാടുണ്ട്. എപ്പോഴെങ്കിലും ഈ ഫുഡ് സേഫ്റ്റി ഒരു കൺസേൺ ആയിട്ടുണ്ടോ ഈ ഹോട്ടൽസിൽ പോയിട്ട്? തെറ്റുകൾ ഒരുപാട് കണ്ടു. 9-10 കൊല്ലം മുന്നേ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ ഒരു ഫേമസ് കടയിൽ പോയി ചോറിനൂടെ മീൻ ഫ്രൈ വാങ്ങിച്ചപ്പം എനിക്ക് പാറ്റ കിട്ടിയിട്ടുണ്ട്. മീൻ ഫ്രൈയുടെ കൂടെ പാറ്റ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അന്ന് ഞാൻ വ്ളോഗില്ല, ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് പാറ്റ ഫ്രൈ കിട്ടിയെന്ന്. അപ്പോൾ അവിടെ നിന്ന് സപ്ലയർ എടുത്ത് തട്ടിക്കളഞ്ഞ് ഇങ്ങനെ വീഴുന്നതായിരിക്കും. പാറ്റ ഫ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊതിനെടുത്ത് ആ മേശപ്പുറത്തുണ്ട് ഓണറിൻ്റെ അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ തിന്നോന്നിട്ട് നടന്ന സംഭവമാണ്, നിങ്ങൾ തിന്നോന്നിട്ട് എന്താണെന്ന് കേട്ട് ഞാൻ പറഞ്ഞൊരു പാറ്റ ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതിന് പാറ്റയെ തട്ടിക്കളഞ്ഞിട്ട് പോയിരുന്നു. അവിടെ ആരാണ് തെറ്റുകാരൻ നിങ്ങൾ പറ? അവിടെ വിളമ്പാതെ നിന്ന ആൾ 3 ദിവസമായുള്ളൂ വന്നിട്ട്. അയാളാണ് അവിടെ തെറ്റുകാരൻ. കാരണം ഞാൻ ആ പാറ്റ ഫ്രൈ എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സോറി പറയണമായിരുന്നു. അയ്യോ തെറ്റ് പറ്റിപ്പോയി, ആ പാറ്റ ഫ്രൈ മാറ്റാം, നമ്മൾ അറിഞ്ഞില്ല പൊഴിച്ചുകൊണ്ടിരുന്നപ്പം. പുള്ളിയുടെ രീതി പറയാം, ഇവിടെ ഷീറ്റല്ലേ പാറ്റ വന്ന് വിടുന്നതാണ്, കണ്ടില്ല സാറേ മാറ്റിത്തരാമെന്ന് പറഞ്ഞാൽ അതവിടെ തീരെയാണ്. അല്ലാതെ അവ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് പോകുന്നതല്ല. അപ്പോൾ നമ്മളവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയാൽ അദ്ദേഹത്തിൻ്റെ കച്ചവടം പോവും. ശരി, നല്ല രീതിയിലായിരിക്കും ഇത്രയും കാലം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലായാലും ചിലപ്പം വല്ല സാധനം വന്ന് മുകളിൽ കൂടെ കയറിപ്പോയാൽ വീഴും. ചില ആൾക്കാർ ഭയങ്കര വൃത്തിഹീനമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് സത്യം തന്നെയാണ്. ഒരു വൃത്തിയില്ലാതെ എടുത്തിടക്കവും മാവെടുത്ത് വെച്ചാൽ ഈച്ച വരുന്നില്ല. അവിടെയൊക്കെ നമ്മൾ ഉടൻ റിയാക്ട് ചെയ്താലേ പിന്നെ ആ പ്രശ്നം വരത്തില്ല, ഒരു 90% വരത്തില്ല. അങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ടോ? ഇപ്പോഴായിട്ട് വാഴപ്പള്ളിയിൽ ഒരു ചെറിയ വീട്ടിൽ
വീഡിയോ എടുക്കാൻ പോയി. ഇഡ്ഡലി സാമ്പാർ ഭയങ്കര ടേസ്റ്റ്. നോക്കിയപ്പോൾ ഒരു വൃത്തിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതാണ്. ആ വയസ്സായ അമ്മ വന്നപ്പം മുതൽ തല ചൊറന്നുകൊണ്ടിരിക്കുന്നു. ഈ വാഷ് ബേസ് ഇവിടെയൊക്കെ ഒരു വൃത്തിയില്ല, എന്തൊക്കെയാണ് നടക്കുന്നത് കേട്ടോ, ഇത് നമ്മൾ വന്നിരുന്ന് കഴിക്കാനുള്ളതല്ലേ. റിയാക്ട് ചെയ്ത് ഞാൻ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് വെറുതെ അതുവരെ പോയപ്പോൾ ചവിട്ടി ഇറങ്ങി നോക്കിയപ്പോൾ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. പക്ക. ഇനി പെയിൻറ്റും കൂടെ അടിച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷൻ. ട്രിവാൻഡ്രത്തെ ക്ലീനസ്റ്റ് ഹോട്ടൽ ഇത്. അത് ഇപ്പോഴത്തെ മൾട്ടി ക്വസ്റ്റ്യൻ റെസ്റ്റോറൻറ്റ്സ് എന്ന് ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ അടുക്കളയൊക്കെ ഞാൻ കയറി കണ്ട്, അത് ഏതായാലും കിട്ടില്ലോ, നീറ്റാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫുഡ് സേഫ്റ്റി എനിക്കറിയാം, ഞാൻ വ്യാപാരി വ്യവസായത്തിലുള്ളതുകൊണ്ട്. ഈഞ്ചക്കിലായാലും വൈൽഡ് ഹോട്ടലൊക്കെ കറക്റ്റ് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഫുഡ് സേഫ്റ്റി. ഇപ്പം അവർ കറക്റ്റാണ്. ഫുഡ് സേഫ്റ്റിയെ നമ്മൾ ഇനി നോക്കേണ്ട കാര്യമില്ല. എല്ലാ റെസ്റ്റോറൻറ്റ്സിലും അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് അവർക്കൊരു ഹാറ്റ്സ് ഓഫ്. നിങ്ങളൊക്കെ പ്രൊമോഷനൊക്കെ പോകുമല്ലോ, അപ്പോൾ ചേട്ടൻ നേരത്തെ പിറക്കെടുത്ത് ഒരു ബൈറ്റ് കടിക്കുന്നു. അപ്പോൾ ഈ ബാക്കി വരുന്നതൊക്കെ എന്ത് ചെയ്യും ചേട്ടൻ? നിങ്ങൾ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഞാൻ ഒരു ഫുഡും വേസ്റ്റ് ആക്കത്തില്ല. A to Z ഞാൻ എന്തിലൊക്കെ കൈ വെച്ചോ അതെല്ലാം പൊതിഞ്ഞെടുക്കും. ഒരു ബിരിയാണിയുടെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ മുട്ടക്കറിയുടെ ഇത്ര ഭാഗം വന്നാലും ഞാനത് പാർസൽ ചെയ്തെടുക്കും. അതാ എൻ്റെ ഒരു ശീലമാണ്. ഞാൻ അവിടെ കളഞ്ഞിട്ട് വരത്തില്ല. നിങ്ങളറിയാനുള്ളത് തിരുവനന്തപുരം ഫുഡ് കൾച്ചർ എല്ലാവരും കേരളത്തിലുള്ള മിക്കവരും മനസ്സിലാക്കാനുള്ളതാണ്. തിരുവനന്തപുരത്തെ മട്ടൺ ഡിഷസ്, സീ ഫുഡ്, ചിക്കൻ, പെരട്ട്, തോരൻ, അങ്ങനെ വെജിറ്റേറിയൻ, സ്വീറ്റ്സ്, ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഫുഡ് കൾച്ചർ ഇങ്ങനെ കിടക്കുകയാണ്. അതെല്ലാവരും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻസ് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും തിരുവനന്തപുരത്തെ ഫുഡുകൾ വന്ന് കഴിക്കുക അല്ലേ. ഒരുപാട് നിങ്ങൾക്ക് അത് ചോദിച്ചില്ലല്ലോ. തിരുവനന്തപുരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോട്ടൽ ഏത്? കേത്തലാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. അത് ഓക്കെ, കേത്തൽ എൻ്റെ ഫേവറേറ്റ് ആണ്. വേറെ പണ്ടൊരു കലവറ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അയ്യോ, കലവറ അറിഞ്ഞൂടാത്ത ആരെങ്കിലും, കലവറ പണ്ടത്തെ സിന്ദൂറൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാ? ഞാൻ പറയാം, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബർഗർ കഴിക്കുന്നത് കലവറയിലാണ്, പുളിമുളി. ആ ബർഗറിൽ ഞാൻ പറഞ്ഞുതരാം, ആ വലിയ ബർഗറിൻ്റെ കൂടെ പൊട്ടറ്റോ ചിപ്സ് കിട്ടും, കുറച്ച് സാലഡ് കിട്ടും, മതി. അത് എൻ്റെ ഫേവറേറ്റ് കലവറയിലെ ബട്ടർ ചിക്കനും ഫ്രൈഡ് റൈസും ആയിരുന്നു. ഈ കലവറ പുതിയ നാസിൻ്റെ ഓപ്പോസിറ്റ്, ആ നാസ് ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു, മുകളിലത്തെ നിലയിലായിരുന്നു. ഞാൻ എനിക്കങ്ങനെ വിശക്കുമ്പോൾ ഏത് കടയിലും പോയി കഴിയും. മന്തിയാണ്. ഞാനൊരു ബിരിയാണി പ്രാന്തനായിരുന്നു, ഇപ്പം മന്തി പ്രാന്തനായി. ടോപ്പ് എൻ്റെ ലിസ്റ്റിലുള്ള മന്തി ട്രിവാൻഡ്രത്ത് മന്തി മനസ്സിൽ, ബുർജൽ മന്തി, പിന്നെ ഇപ്പം തുടങ്ങി അതും കൊള്ളാം, ഖലീഫ കൊള്ളാം. ഖലീഫ ഞാൻ ഇപ്പോൾ ഒരു ദിവസം പോയി കഴിച്ചായിരുന്നു, കൊള്ളാം. മന്തി ഇപ്പം കട്ട അഡിക്റ്റാണ്. അതേപോലെ ഞാൻ ഇപ്പോഴായിട്ട് ഒരു റീൽസ് ഉണ്ട് ഡോക്ടറിൻ്റെ. മന്തി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഫുൾ പ്രോട്ടീനാണ്, ബസ്മതി റൈസാണ്, ചിക്കനാണ്, അതോടെ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരം കിഡിലോസ്കി.